മറക്കല്ലേ. ഒന്ന് മലായിക്കത്തുകളാ, രണ്ട് ഭൂമിയാ, മൂന്നാമത്തേത് സഹോദരങ്ങളെ ഓരോ ദിവസം ഓരോ മണിക്കൂറുകൾ സമയമാണ്, കാലമാണ്. ഇനി നാലാമത്തേത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. സൂറത്തു നൂറിൽ അല്ലാഹു പറയുകയാ, യൗമ തശ്ഹദു അലൈഹിം, അവരുടെ മേൽ സാക്ഷിയാകുന്നത് അല്ല പറയുന്നു, അൽസിനത്തുഹും അവരുടെ നാവാ, വഅയ്ദീഹിം അവരുടെ കൈകളാ, വഅർജുലുഹും അവരുടെ കാലുകളാ, ബിമാ കാനൂ യഅമലൂൻ, അവരെ ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം സാക്ഷി നിൽക്കുന്നതാ. സഹോദരങ്ങളെ, നാവ് മാത്രമല്ല, കൈകളും കാലുകളും നാളെ സാക്ഷിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, നാളെ പരലോകത്ത് എന്നിട്ട് നമ്മള് അള്ളാഹുമായിട്ട് സംവാദം നടത്തുക. എന്താണെന്നറിയോ? ഹദീസ് പറഞ്ഞ അർത്ഥം പറയാനുള്ള സമയം നമുക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നാളെ പരലോകത്ത് ചെന്നിട്ട് ഒരു അടിമ അള്ളാന്റെ കോടതിയില് തർക്കിക്കുകയാണ്. എന്താ തർക്കിക്കുന്നത്? അല്ല പറയുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ. അപ്പൊ അള്ളാഹുവിനോട് അവൻ പറയുന്നു, സാക്ഷി വല്ലതും ഉണ്ടോ? ഇത് ഉള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അല്ലാഹുവേ പടച്ചവനെ, സാക്ഷികൾ വല്ലതുമുണ്ടോ? ആ സമയത്ത് അല്ലാഹു പറയും അത്രേ, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഷഹീദാ. സാക്ഷി വേറെന്തിനാ? മലായിക്കത്തുണ്ട്, ഭൂമിയുണ്ട്, ഓരോ ടൈമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഷഹീദാ. മോനെ, നിന്റെ ശരീരം തന്നെ സാക്ഷികളാ, പിന്നെന്തിനാ വേറെ സാക്ഷിയെ വിളിക്കുന്നത്? അപ്പൊ യവൻ ചോദിക്കും അത്രേ അള്ളാഹുവിനോട്, പടച്ചോനെ, എന്റെ ശരീരത്തിന്റെ ഏത് അവയവമാണ് സാക്ഷിയാവുക? നാക്കാണെങ്കിൽ കള്ളം പറയും. നാവിന്റെ സഹജമായ സ്വഭാവം കളവ് പറയലാണ്. ആ കള്ളം പറയുന്ന നാക്ക്, നമ്മൾ ആരാ കള്ളം പറയാത്തത്? നമ്മളിൽ ആരാണ് കളവ് പറയാത്തത്? അശ്രദ്ധമായോ അലക്ഷ്യമായോ മനഃപൂർവമോ ബോധപൂർവമോ നമ്മൾ പറയും കള്ളം. കളവ് പറയാത്ത ലോകത്താരുമില്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി എവിടെ എത്തിയെന്ന് ചോദിക്കും. തൊട്ടടുത്ത ജംഗ്ഷൻ പറയും നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മളിവിടെ നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന എന്താ? അത് വലിയൊരു കള്ളമല്ലല്ലോ, അത് വലിയ കള്ളമല്ലല്ലോ. എവിടെ എത്തി? ഞാൻ അതാ മൈനാപ്പള്ളി എത്താറായി, ഞാൻ വടക്ക മൈനാപ്പള്ളി എത്തി. യഥാർത്ഥത്തിൽ ഇടവരശ്ശേരി നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവരെ ഒന്ന് സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കാ കളവ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നവരാണ്. മക്കൾ വീട്ടിൽ നമ്മൾ മക്കൾക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് മക്കൾക്ക് മുട്ടായി കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചിട്ട് അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ തന്നെ ഹദീസിലുള്ളതാ, അത് കൊടുക്കാതെ വാങ്ങാതെ ആ മകനെയും മകളെയും വാരിക്കോരി എടുത്ത് മുത്തം കൊടുത്ത് സ്നേഹം പങ്കിടുന്ന പിതാവ് കളവ് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കളവ് അത് നമ്മൾ പലരും പറയുന്നതാ. അറിഞ്ഞോ അറിയാതെയോ അലക്ഷ്യമായോ ബോധപൂർവമോ നമ്മൾ പറയുന്ന ഒന്ന് കളവാണ്. മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ് നാവ് കളവ് പറയാന്നുള്ളത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമയുടെ ആളുകൾ കളവ് പറയില്ല. ലാ ഇലാഹ ഇല്ലല്ലായുടെ ആളുകൾക്ക് കളവ് പറയാൻ പറ്റൂല. ഒരിക്കൽ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയേ, അയകൂനുൽ മുഅ്മിനു ജുബാനാ, ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ? ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ? രാത്രി ചില മക്കൾക്ക് പുറത്തിറങ്ങാൻ വലിയ പേടിയാണ്. രാത്രി സഞ്ചരിക്കാൻ പേടിയുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്. അപ്പൊ ഉമ്മ അവനോട് പറഞ്ഞു, മോനെ ഇച്ചിരി പഞ്ചസാര വാങ്ങി വാ, അല്ലെങ്കിൽ അല്പം ചായപ്പൊടി വാങ്ങി വാ, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങി വാ എന്ന് പറഞ്ഞ് മക്കൾക്ക് പോകാൻ പേടിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉമ്മമാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ഈമാൻ ഇല്ലേടാന്ന്? നിങ്ങൾക്ക് ഈമാൻ ഇല്ലേടാന്ന്? ഈമാനും പേടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അയകൂനുൽ മുഅ്മിനു ജുബാന, നബിയെ ഭീരുവാകുവോ ഒരു വിശ്വാസി? നബി തങ്ങൾ പറഞ്ഞു, നഅം യകൂനുൽ മുഅ്മിനു ജുബാന, ഒരു വിശ്വാസി ഭീരുവാകും. സഹാബി ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞല്ലോ, നബിയെ, എനിക്ക് ജിഹാദ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട്, ശത്രുക്കളോട് പോരാടണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കെ ആഗ്രഹമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? വാള് കണ്ട അപ്പൊ ഞാൻ വീണു പോകും നബിയെ, എനിക്ക് വിറയൽ വരും, ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അലൈക ബിൽ ഹജ്ജ് വൽ ഉംറ, നീ പോയി ഹജ്ജ് ചെയ്താൽ മതി, അത് തന്നെ നിന്റെ ജിഹാദ്, അത് തന്നെ നിന്റെ ജിഹാദ്.
അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭീരുവാവുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ എതിരല്ല. അയകൂനുൽ മുഅ്മിനു ജുബാനാ, ഒരു വിശ്വാസി ഭീരുവാകുമോ നബിയേ? അതേ, യകൂനുൽ മുഅ്മിനു ജുബാനാ, ഒരു വിശ്വാസി ഭീരുവാകും. രണ്ടാമത് ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു ബഖീല, ഒരു വിശ്വാസി ലുബ്ധനാകുമോ നബിയേ? പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ, ആണ്ട് നേർച്ചയ്ക്ക് ചോദിച്ചപ്പോൾ, മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ, മതവിജ്ഞാന സരസിന് വേണ്ടി ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്ന ഒരാൾ മോമിനാകുമോ? നമ്മൾ പറയും പള്ളിക്ക് 5 പൈസ കൊടുക്കാത്തവൻ ഓ മോമിനാണോ എന്ന് നമ്മൾ ചോദിക്കും. മോമിൻ തന്നെ, ഒരു സംശയമില്ല. കാരണം യകൂനുൽ മുഅ്മിനു ബഖീല, വിശ്വാസി ലുബ്ധനാകും. നബി തങ്ങളോട് മൂന്നാമത് ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു കദ്ദാബ, നബിയെ എന്നാ ഞാൻ ചോദിക്കട്ടെ, കള്ളം പറയുന്നവനാവോ മോമിൻ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യകൂനുൽ മുഅ്മിനു കദ്ദാബ, ഒരു വിശ്വാസി കളവ് പറയൂല. എന്തുകൊണ്ടാ പറ, എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി കളവ് പറയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? ഏറ്റവും വലിയ സത്യവാചകം ഏതാ? ലോകത്തെ ഏറ്റവും വലിയ സത്യം, അതിനപ്പുറത്ത് വേറൊരു സത്യം ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ സത്യവാചകം ഒന്നേ ഒന്ന്, അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാക്കിയുള്ളതെല്ലാം ചിലതൊക്കെ കളവാകാം, ചിലതൊക്കെ അർദ്ധസത്യങ്ങളാകാം, അല്ലെങ്കിൽ പൂർണ്ണ സത്യമാകാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ പൂർണ്ണ സത്യമുള്ള വാചകം ഒന്നേ ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പറയുന്ന ഒരാള് കളവ് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം, ഒരാള് ചിന്തിക്കും അവൻ നാക്കെടുത്ത കള്ളേ പറയൂ, അപ്പൊ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിയും കള്ളമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഏകനാണ്, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ, മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറയുന്ന വാചകം അവൻ സാധാരണ പറയുന്ന കള്ളം പോലത്തെ ഒരു കള്ളം തന്നെയാണെന്ന് പൊതുസമൂഹം വിലയിരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മുഅ്മിനീങ്ങൾ കളവ് പറയാൻ പാടില്ല. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ വാക്കാണ്. സഹജമായി നാവ് കള്ളം പറയും. അതുകൊണ്ട് അള്ളാഹു എന്താ ചെയ്യുന്നതെന്നറിയോ? നാവിനെ അങ്ങോട്ടങ്ങ് സീല് ചെയ്യാം. മിണ്ടരുത്. അള്ളാഹു നാവിനെ സീല് ചെയ്യുകയാണ്. ആ നാവിനെ സീല് ചെയ്തു. എന്നിട്ട് നാവിനെ സീല് ചെയ്തിട്ട് പിന്നെ സംസാരിക്കുന്നതെന്താ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹുവിന്റെ ഖുർആന പറയുന്നത് സൂറത്ത് യാസീന. അൽയൗമ, ഇന്നേ ദിവസമുണ്ടല്ലോ, നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായ സീല് വെക്കുകയാ. അല്ലാഹു വായ പൂട്ടുകയാണ്. അവന് പിന്നെ വാ തുറക്കാൻ കഴിയില്ല, വാക്കുകളൊന്നും ഉരിയാടാൻ കഴിയില്ല. പിന്നെ സംസാരിക്കുന്നതോ വതുകല്ലിമുനാ ഐദീഹി, അവന്റെ കരങ്ങളെ സംസാരിക്കുകയാ, അവന്റെ കൈകൾ സംസാരിക്കുകയാണ്. കൈ പറയുന്നു, പടച്ചവനെ ഞാനാണ് ചഷകം പൊട്ടിച്ചത്. ആ സമയത്തതാ കാല് വതശ്ഹദു അർജിലുഹും, അവന്റെ കാലിതാ സാക്ഷി നിൽക്കുകയാണ്. ശരിയാണ് പടച്ചവനെ, അവന് കള്ളുകുപ്പി പൊട്ടിക്കാൻ വേണ്ടി നടന്നു പോയത് എന്റെ സഹായത്തിലാണ് എന്ന് പറഞ്ഞാൽ, അവന്റെ കൈകളെ സംസാരിക്കുമ്പോൾ, കാലുകളെ സാക്ഷി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ജീവിതത്തിൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും സാക്ഷി നിൽക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആന് പറഞ്ഞതുപോലെ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുന്നൂർ അള്ളാഹു പറയുന്നു. നാലാമത്തെ സാക്ഷി നമ്മുടെ അവയവങ്ങൾ തന്നെയാണ്. ആദ്യമായി അള്ളാഹുവിനോട് സംസാരിക്കുന്ന ആദ്യത്തെ അവയവം ഏതെന്നറിയോ? നാളെ പരലോകത്ത് ആദ്യമായി സംസാരിക്കുന്ന അവയവം ഏതെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പരലോകത്ത് ആദ്യം സംസാരിക്കുന്ന അവയവം ഏതാ? നാവല്ല, കണ്ണല്ല, കയ്യല്ല. ആദ്യമായിട്ട് നാളെ പരലോകത്ത് സംസാരിക്കുന്നത് ഇന്ന അവ്വല അളമിൻ മിനൽ ഇൻസാനി യതകല്ലമു യൗമ യഖ്തമു അലൽ അഫ്വാഹി ഫഖദുഹു മിനർ റിജ്ലിൽ യുസ്റാ. നബി മുഹമ്മദ് മുസ്തഫ ആദ്യമായി പരലോകത്ത് സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിന്റെ തുടയാണ് എന്ന്
ആദരവായ നബി മുഹമ്മദ് മുസ്തഫ ഇടതുകാലിന്റെ തുട ആദ്യം സംസാരിക്കും. അവന്റെ അവയവങ്ങൾ മുഴുവനും സംസാരിക്കും. കൈ പറയേണ്ടടുത്ത് കൈ പറയും, കാല് പറയേണ്ടടുത്ത് കാല് പറയും, കണ്ണ് പറയേണ്ടടുത്ത് കണ്ണ് പറയും. നാവിനവിടെ ഒരു രീതിയിലും നാവിന് പറയാൻ കഴിയാത്ത വണ്ണം നാവിനെ അള്ളാഹു സീലി വെക്കും. കാരണം നാവ് കൊണ്ട് കള്ളം പറയും അവൻ. ബാക്കി അവയവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ കോടതിയിൽ അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കണം. എങ്ങനെയാണ് മാറ്റിവെക്കേണ്ടത്? ഓരോ അവയവങ്ങൾക്കും സ്വതക്കയുണ്ട്. ഓരോ അവയവങ്ങൾക്കും സ്വതക്കയുണ്ട്. ഓരോ അവയവങ്ങൾക്കും നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. അത് കൃത്യമായി ചെയ്യുക. വിരലുകൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണെന്നറിയാം? വിരലുകളുടെ ഡ്യൂട്ടി എന്താ? കണ്ണിന്റെ ഡ്യൂട്ടി എന്താണ്? കാണേണ്ടത് കാണണം. അത് ഖുർആനോ അത് പള്ളിയോ മുസ്ഹഫോ മാതാപിതാക്കളുടെ മുഖമോ മാത്രമല്ല, ഒരു സഹോദരന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തേക്ക് നോക്കുന്ന നോട്ടപ്പിന് അവന്റെ കണ്ണിനുള്ള ബാധ്യതയാണ്. ഉറക്കമുളക്കേണ്ട സമയത്ത് ഉറക്കമുളക്കുക കണ്ണിന്റെ ഡ്യൂട്ടിയാണ്. കാതിനൊരു ഡ്യൂട്ടിയുണ്ട്. കേൾക്കേണ്ടത് കേൾക്കണം. ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരയിൽ കിടക്കുന്ന, ചോരയൊലിച്ച് കിടക്കുന്ന പാവപ്പെട്ടവന്റെ രോദനം കേൾക്കണം. ബാങ്ക് കേൾക്കണം. നിലവിളിക്കുന്നവന്റെ വിളി കേൾക്കണം. ഖുർആൻ ഓതുന്നവന്റെ ഖിറാഅത്ത് കേൾക്കണം. പ്രസംഗിക്കുന്നവന്റെ പ്രസംഗം കേൾക്കണം. പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ, വചനങ്ങൾ, സൂക്തങ്ങൾ, സൂറകൾ നമ്മുടെ കാതുകളിൽ കേൾക്കണം. ആ കാതുകൾ കേൾക്കേണ്ടത് കേട്ടുകൊണ്ടിരിക്കണം. കൈകൾക്ക് ഡ്യൂട്ടിയുണ്ട്, നന്മ ചെയ്യണം. കാലുകൾക്ക് ഡ്യൂട്ടിയുണ്ട്, നന്മ ചെയ്യണം. വയറിനും ഡ്യൂട്ടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിരലുകളുടെ ഡ്യൂട്ടി എന്താ? വിരലുകൾക്കൊരു ഡ്യൂട്ടിയുണ്ട്. എന്താ വിരലുകൾക്കുള്ള ഡ്യൂട്ടി? നമ്മൾ സാധാരണ വിരൽ നീട്ടി വിരൽ ചൂണ്ടിയിട്ട് മറ്റുള്ളവനോട് സംസാരിക്കും. നാളെ ഈ വിരല് നാളെ റബ്ബിന്റെ കോടതിയിൽ പറയും, പലരെയും തെറി വിളിച്ച വിരലാണ് ഈ വിരല്. അതുകൊണ്ട് തന്നെ ഈ വിരലിന്റെ പേര് സബ്ബാബത്ത് എന്നാണ്. ഈ വിരലിന്റെ പേരെന്താ? ഇബ്ഹാം. മുസബ്ബിഹ എന്നുണ്ട്, സബ്ബാബ എന്നുണ്ട്. മുസബ്ബിഹ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അത്തഹിയാത്തിൽ നിന്നിട്ട് നമ്മള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയർത്തുക മാത്രമല്ല, തസ്ബീഹുകൾ ചെല്ലുന്ന അർത്ഥമുണ്ട്. സബ്ബാബ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ ചീത്ത വിളിക്കുമ്പോ ഈ വിരള ആരെങ്കിലും ഇങ്ങനെ ചീത്ത വിളിക്കുമോ? ആരെങ്കിലും ഇങ്ങനെ ചീത്ത വിളിക്കുമോ? ഇല്ല. ചീത്ത വിളിക്കുന്നത് ഈ വിരൽ ചൂണ്ടിക്കിട്ടാൻ. ഇബ്ഹാം, മുസബ്ബിഹ അല്ലെങ്കിൽ സബ്ബാബ, വുസ്ത, ബിൻസർ, ഖിൻസർ. ഇങ്ങനെ ഈ 5 വിരലിനും പേരുകളുണ്ട്. ഈ 5 വിരലുകൾക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്തെന്നറിയോ? ഇന്ന് മുതൽ കൃത്യമായ ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം. കാലിന് ചെയ്യുന്നുണ്ട്, വാഴ കേൾക്കാൻ വരുന്നുണ്ട്, ജമാഅത്തിന് പോകുന്നുണ്ട്, ജുമയ്ക്ക് വരുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കാൻ പോകുന്നുണ്ട്, കിളയ്ക്കാൻ പോകുന്നുണ്ട്, ജോലി എടുക്കാൻ പോകുന്നത് ഇബാദത്താണ്. കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കണ്ണുകൊണ്ട് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട്, കാത് കൊണ്ടുള്ളതുണ്ട്, വായുണ്ട്, വയറുകൊണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ വിരൽ കൊണ്ടുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. ചിലര് ചെയ്യുന്നുണ്ട്, ചിലര് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇന്നത്തെ ഈ ദിവസത്തിന്റെ സന്ദേശമായി, മെസ്സേജായി, ഇന്നത്തെ ഈ വഅലിന്റെ ഒരു ഗുണപാഠമായി എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ രാത്രി മുതൽ ഫിംഗർ കൊണ്ടുള്ള, വിരൽ കൊണ്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യണം. അതേതെന്നറിയോ? ഏതാ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തുസബ്ബിഹൂന വതുഹമ്മിദൂന വതുകബ്ബിറൂന വഅഖിദ്ന ബിൽ അനാമിലി ഔ കമാ ഖാല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. തസ്ബീഹ് ചൊല്ലണം, സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹു അക്ബർ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. എന്നിട്ടോ വഅഖിദ്ന ബിൽ അനാമിലി, വിരലുകൾ കൊണ്ട് എണ്ണമെടുക്കണം. വിരലുകൾ കൊണ്ട് എണ്ണമെടുക്കണം. നമ്മൾ കരുതുന്ന എന്താ? എണ്ണത്തിന് വലിയ പ്രത്യേകത ഇല്ലെന്നാ. ആരാ പറഞ്ഞത്? താക്കോലിന്റെ ഒരു പഴുത്, താക്കോലിന്റെ ഈ താക്കോല് ഈ പൂട്ടിലേക്ക് നമ്മളിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോ ആ താക്കോലിൽ ചില ഭാഗങ്ങളിൽ വെട്ട് കണ്ടിട്ടില്ലേ? ആ വെട്ടൊന്ന് കുറഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റില്ല. വെട്ടൊന്ന് കൂടിയാൽ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ താക്കോലല്ലേ, 2 വെട്ട് അധികം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പൂട്ടി കയറൂല. അത്ര തന്നെ. വീട് തുറക്കാൻ പറ്റൂല. എണ്ണം വലിയ കാര്യമാണ്. എണ്ണത്തിന് വലിയ വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമില്.
എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്, നമ്മൾ നിസ്സാരമായി കാണണ്ട. നോമ്പ് മുറിച്ചവൻ നോമ്പം പിടിച്ച പകല് കിടക്കുമ്പോഴാ ഭാര്യ അടുത്ത് വന്നു, എന്തൊക്കെയോ തോന്നി, നോമ്പ് മുറിഞ്ഞു. അവന്റെ നിയമം എന്താണ്? നിയമം, പല നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇസ്ലാം വെച്ച ചില കഫാറത്തുണ്ട്. 60 മിസ്കിന്മാർക്ക് ആഹാരം കൊടുക്കണം, 59 പേർക്കേ കൊടുത്തോളൂ, പറ്റൂല. 60 പേർക്ക് തന്നെ നീ കൊടുക്കണം, 61 പേർക്ക് കൊടുക്കാൻ വേണ്ട. 2 മാസം നോമ്പ് പിടിക്കണം. 2 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിറ കാണുന്നതനുസരിച്ചാ, ഡിസംബറും ജനുവരിയും 2 മാസം അല്ല ഈ പറയുന്നത്, മറിച്ച് 2 അറബി മാസങ്ങൾ പിറ കാണുകയോ അല്ലെങ്കിൽ മാസം പൂർത്തിയാവുകയോ ചെയ്ത് 2 മാസക്കാലം നോമ്പ് പിടിക്കണം. 58 നോമ്പ് പിടിച്ചു, ഇനി 2 നോമ്പ്. ആ മാസം 2 മാസവും കൃത്യമായി പിറ കണ്ടിട്ടില്ല, അപ്പൊ 30 പൂർത്തിയാവുവാൻ. 58 ദിവസം പൂർത്തിയായി, 59 നോമ്പ് വിട്ട്. എന്നാ പിന്നെന്താ ചെയ്യേണ്ടത്? 60 പിടിക്കണം, 61 പറയേ. എന്റെ പൊന്നു സഹോദരങ്ങളെ, 60 ദിവസം നോമ്പ് പിടിക്കണം. ഒരു നിയമമുണ്ട് ഇസ്ലാമില്. 58 ദിവസം പിടിച്ചു, 59 മുറിച്ചു, പിന്നെ 60 പിടിച്ചു. അപ്പൊ ഇനി എത്ര നോമ്പ് അവന് ബാക്കിയുണ്ട്? എത്ര ഉണ്ട്? തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ ബാക്കിയുണ്ട്. നിങ്ങളെ കൊല്ലം ജില്ലയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി ഈ നോമ്പ് ഒരെണ്ണം നഷ്ടപ്പെട്ടല്ലോ, അവൻ എന്നാ പിടിക്കേണ്ടത്? 61ാമത്തെ ദിവസം പിടിക്കുമ്പോ എത്രയായി? നോമ്പ് എത്രയായി? 60 അല്ല, ഈ 58 ദിവസം പിടിച്ചു, 59 പിടിച്ചില്ല. എന്നാൽ 60 അവൻ പിടിക്കുമ്പോ 59 അല്ല, 1. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം 60 നോമ്പ്. എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിസ്കാര ശേഷം നിങ്ങൾ 33 സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞുവിടായിരുന്നോ? കുറച്ചേരം നിങ്ങൾ തസ്ബീഹ് ചൊല്ലി, കുറച്ചു നേരം അൽഹംദുലില്ലാഹ് ചൊല്ല്, കുറച്ചു നേരം അല്ലാഹു അക്ബർ ചൊല്ല്, എന്നിട്ട് എണീറ്റ് പൊക്കോ എന്നല്ലല്ലോ പറഞ്ഞത്. 33 ചൊല്ല് സുബ്ഹാനല്ലാഹ്, 33 ചൊല്ല് അൽഹംദുലില്ലാഹ്, 33 ചൊല്ല് അല്ലാഹു അക്ബർ. 99ആയി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞിട്ട് 100 പൂർത്തീകരിക്കുക. എന്താ കാരണം? എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എണ്ണി തന്നെ ചൊല്ലണം. അളന്ന് കളഞ്ഞാലും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളണമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുസബ്ബിഹൂന വതുകബ്ബിറൂന വതുഹമ്മിദൂ വഅഖിദ്ന ബിൽ അനാമിലി. വിരലുകൾ കൊണ്ട് ചെയ്യേണ്ട അമലെന്തെന്നറിയോ സഹോദരങ്ങളെ? ഇന്ന് ചെയ്യുന്ന അമലേതാണ്? ഒരുത്തനെ പറ്റി എന്തെങ്കിലും നമ്മൾ കേട്ടു, ഫേസ്ബുക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാ, ചേമ്പന്തോട്ടത്തില് പന്നി കയറിയതുപോലെ ഇങ്ങനെ കിളച്ചോണ്ടിരിക്കാൻ. അപ്പോഴാണ് ഒരുത്തനെ പറ്റി എന്തോ ഒരു മുസീബത്ത്, ഏവനോ ഒരുത്തൻ എഴുതിയിട്ടൊരു കാര്യം, തള്ള വിരൽ കൊണ്ട് ഒരൊറ്റ നെക്കുമതി പ്രിയപ്പെട്ടവരെ 5000 പേരിലേക്ക് പോയി. 5000 പേരിലേക്ക് പോയി. നീ കമന്റ് എഴുതി, നീ ഷെയർ ചെയ്തു, നീ ലൈക്ക് അടിച്ചു. നിന്റെ കൈകൾ കൊണ്ട് വിരലുകൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ ഇതാണ്. അല്ല അല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഅഖിദ്ന ബിൽ അനാമിലി. നീ നിന്റെ വിരലുകൾ കൊണ്ട്, ഫിംഗർ കൊണ്ട് ചെയ്യേണ്ട പണി എന്തെന്നറിയോ? എണ്ണം പിടിക്കലാണ്, എണ്ണം പിടിക്കലാണ്. അതുകൊണ്ട് ഓരോ അവയവങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കും. അതുകൊണ്ട് പറ്റുന്ന അവയവങ്ങൾ കൊണ്ട് ഇബാദത്തെടുക്ക്, ഇബാദത്തെടുക്ക്. അതൊക്കെ വിശദീകരിക്കാനുള്ള സമയം നമുക്കൊന്ന് കുറവാണ്. രണ്ടാമത്തേത് വേദി അതുമല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം 5ാമത്തേതിലേക്ക് പോവാണ്. മറക്കരുത്, 1 മലായിക്കത്തുകൾ, 2 ഭൂമി, 3 ഓരോ ടൈം, 4ാമത്തേത് അവയവങ്ങൾ. ഇനി 5ാമതൊന്നുകൂടിയുണ്ട്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ജാസിയ ഓതിയിട്ട് സമൂഹത്തോട് പറയുകയാ, വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ല ഉമ്മത്തിൻ തുദആ ഇലാ കിതാബിഹാ. അല്ലാഹു പറയുകയാണ്, വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നരകത്തിന്റെ മുമ്പിൽ ഓരോരുത്തരും വന്ന് നിൽക്കുന്നത് മുട്ടുകുത്തിയാണ് സഹോദരങ്ങളെ. കുല്ല ഉമ്മത്തിൻ തുദആ ഇലാ കിതാബിഹാ. അവന്റെ ജീവിതത്തിന്റെ കുറ്റപത്രത്തിലേക്ക് ഓരോരുത്തരെയും വിളിക്കപ്പെടുകയാ.
അൽയൗമ തുജ്സൗന മാ കുന്തും തഅമലൂൻ. നീ ചെയ്യുന്നതിന്റാണോ അതിനെ ഇപ്പോൾ നിനക്ക് പ്രതിഫലം കിട്ടുകയാണ്, അല്ലെങ്കിൽ ശിക്ഷ കിട്ടുകയാ. ഹാദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ്. അല്ലാഹ് പറയുകയാണ്, ഹാദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ്. സത്യസന്ധമായി നിങ്ങളുടെ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ഗ്രന്ഥമാണിത്. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് വരുന്ന സാക്ഷികളിൽ അഞ്ചാമത്തേത് അല്ലാഹ് പറയുകയാണ് നമ്മുടെ കുറ്റപത്രമാണ്. എല്ലാം എഴുതി വെച്ചിരിക്കാൻ. ഞാൻ ഒരു അമല് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ അമല് കൃത്യമായി ചെയ്തോ. നമ്മുടെ എല്ലാം രേഖപ്പെടുത്തിയിരിക്കാൻ. ആരും അറിയാതെ ചെയ്തത്, ആരും കാണാതെ ചെയ്തത് എല്ലാം വളരെ കൃത്യമായി സത്യസന്ധമായി ഹക്കായി നമ്മുടെ കുറ്റപത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കാൻ. ഒന്നും വിട്ടിട്ടില്ല. നാളെ പരലോകത്ത് നമ്മുടെ കയ്യിൽ ഇത് വിളിച്ചു തരും. നമ്മുടെ കയ്യിൽ വിളിച്ചു തരുമ്പോ ഒന്നുകിൽ വലത് കയ്യിലില്ലെങ്കിൽ ഇടത് കയ്യിൽ. ഏത് കയ്യിലാ വാങ്ങേണ്ടത്? വലത് കയ്യിലാ വാങ്ങേണ്ടത്. അതിന് അല്ലാഹു തൗഫീക്ക് തരട്ടെ. വലത് കയ്യിൽ വാങ്ങിയവന് രക്ഷപ്പെട്ടു, ഇടത് കയ്യിൽ വാങ്ങിയവൻ പരാജയപ്പെട്ടു. സഹോദരങ്ങളെ, കർമ്മപുസ്തകം ഉറക്കെ വായിക്കേണ്ടി വരും. കോടാനകോടി ജനങ്ങളുടെ മുമ്പില്, മനുഷ്യർ ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യന്റെ മുമ്പിലും നമ്മൾ രഹസ്യമായി ചെയ്തത് വായിച്ച് കേൾപ്പിക്കേണ്ടി വരും. അങ്ങനെ വായിച്ച് കേൾപ്പിക്കാതെ സ്വയം വായിച്ച് അല്ലാഹ് അടുത്തേക്ക് വിളിച്ചിട്ട്, കണ്ടോ എന്താ നീ ഉദ്ദേശിക്കുന്നത്? പടച്ചോനെ, പെട്ടത് തന്നെ അല്ല, ഞാൻ നിനക്കിതാ പുറത്തു തന്നിരിക്കുന്നു. ഭൂമിയിൽ ഇത് ഞാൻ മറച്ചു വെച്ചല്ലോ. ഈ ഗ്രന്ഥം, ഈ കർമ്മപുസ്തകം, ഈ ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം, ഈ കുറ്റപത്രം നീ ആരുടെ മുമ്പിലും വായിക്കണ്ട, രഹസ്യമായി നീ തന്നെ വായിച്ചോ എന്ന് അല്ലാഹ് പറയണമെങ്കിൽ ഒരു അമല് നമ്മൾ ചെയ്യണം. അതിൽ നമ്മളെല്ലാവരും വീക്കാണ്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും വീഴ്ചയിലാണ്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും പിന്നിലോട്ടാണ്. അത് ചെയ്യുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആരുടെ മുന്നിലും നമ്മൾ ഉറക്കെ വായിക്കേണ്ടി വരൂല. ഒരാളുടെ മുമ്പിലും നമ്മൾ വായിക്കേണ്ടി വരൂല. നമുക്ക് തീർച്ച നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ഒരാളും അറിയാതെ നമുക്കത് രഹസ്യമാക്കി വെക്കാൻ കഴിയും. അതിനൊരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. അതിനു മുമ്പ് നിങ്ങൾ കേട്ടോ, സഹോദരങ്ങളെ, കയ്യിലേക്ക് വാങ്ങുന്ന ഗ്രന്ഥമുണ്ടല്ലോ, അത് നമ്മൾ വാങ്ങി വായിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തോരു ഗ്രന്ഥമാണ് റബ്ബേ, ചെറുതായി വലുതായി ഒന്നും വിട്ടിട്ടില്ലല്ലോ. ഞാൻ ചിന്തിച്ചത്, പറഞ്ഞത്, മിണ്ടിയത്, ചെയ്തത്, കണ്ടത്, കേട്ടത്, തിന്നത്, കുടിച്ചതല്ല ഇതിനകത്ത് റെക്കോർഡാണല്ലോ. അല്ലാ, CCTV ക്യാമറയാണോ? അല്ല. അതിനേക്കാൾ ഭീകരമായ നിലയിൽ പടച്ചവൻ തരുന്ന കുറ്റപത്രമുണ്ടല്ലോ. ആ കുറ്റപത്രത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്ത എല്ലാ തിന്മകളും നന്മകളും അതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇത് പരസ്യമായി വായിക്കേണ്ടി വരാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. എന്തെന്നറിയോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ പറയുന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഏതെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ ആ വാർത്തകൾ കേൾക്കുന്ന ഭാഗം നമ്മൾ ആ വാർത്തകളെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കേൾക്കുമ്പോ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോകം മൊത്തം ഏറ്റെടുക്കുന്ന ഒരു വാർത്ത എന്താണെന്നറിയോ? മദ്രസ അധ്യാപകർ പീഡിപ്പിക്കുന്നു. മദ്രസ അധ്യാപകരുടെ പീഡനം. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാം. മദ്രസയിൽ വെച്ച് എന്നല്ല, മൈതാനത്തിൽ വെച്ചല്ല, ലോകത്ത് എവിടെ വെച്ചും ഇതുപോലുള്ള തോന്നിയാസം കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ വേണം. അതിവിടെ നിയമത്തിന് ചില വഴികളുണ്ട്. നിയമത്തിന് വിധേയരാകാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നിയമത്തിന് വിധേയരായി നമ്മൾ ചെയ്യാൻ. മദ്രസ അധ്യാപകരുടെ പീഡനം, മദ്രസയിലെ പീഡനം, ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളവുമാകും, തെറ്റിന് കൂട്ടുനിൽക്കലാവും, തിന്മയ്ക്ക് കുടപിടിക്കലാവും. അതുകൊണ്ട് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്. ഞാൻ വളരെ ശക്തമായ നിലയിൽ പറയുകയാണ്, അങ്ങനെ മദ്രസയിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്ന ആ പ്രിയപ്പെട്ട മക്കളെ
വളരെ മോശമായ നിലയിൽ, സഭ്യതയില്ലാത്ത നിലയിൽ അശ്ലീല ചുവയുള്ള വാചകങ്ങൾ ചേർക്കുകയും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനെ മേലിൽ ഈ വേഷം ധരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ശക്തമായ നിലയിൽ സമൂഹം കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതിൽ യാതൊരു സംശയവുമില്ല. അവന് യോഗ്യതയില്ല ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ. അവന് മദ്രസ അധ്യാപകനാകാനുള്ള ക്വാളിറ്റി ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടിയെ അടിച്ചാൽ, ഇന്നിപ്പോ ഒരു ഉസ്താദിനെ പാട്ടി കുഴപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ പൊന്നി ഇമാമിയങ്ങളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ഇമാമിയങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മദ്രസാധ്യാപകർ, എന്റെ പ്രിയപ്പെട്ട ഉലമാക്കളോട് പറയാനുള്ളത്, ഒരു മഹല്ലത്തിന് നമ്മളെ വേണ്ടാന്ന് കണ്ടാൽ അള്ളാഹുവിനെ കരുതി പൊട്ടെന്ന് പോയേക്കണം. തൂങ്ങി നിക്കരുത്. ഇമാമിനെ ഏതെങ്കിലും ഇമാമിന്റെ ഓതൽ ഇപ്പൊ അത്ര ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പൊന്നുമോനെ, നീ വേറെ പള്ളി നോക്കെന്നാണ്. ഉസ്താദെ, പ്രസംഗം അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? ഉസ്താദ് വേറെ പള്ളി നോക്കണം എന്നാണ്. മുഅദ്ദിന്റെ ബാങ്കിന് ഇപ്പൊ ശൈലി പോരല്ലോ എന്ന് കമ്മിറ്റിക്കാരോ നാട്ടുകാരോ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അടുത്ത പള്ളി നോക്കിക്കോളൂ എന്നാണ്. ഇല്ല, ഞാൻ ശൈലി മാറ്റിക്കോളാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നന്നാക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് കൊണ്ടുവരുന്നത് വേറെ ചില കാര്യങ്ങളായിരിക്കും. ഒരാളോട് വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്റെ മോനെ അവിടെ നുള്ളി, ഇവിടെ പിച്ചി, അവിടെ അടിച്ചു, പുറത്ത് കാണിക്കാൻ പറ്റൂല, അവിടത്തെ സ്ഥലത്ത് അടിച്ചത്, അല്ലെങ്കിൽ അവിടെ പിടിച്ചു, ഇവിടെ തലോടി, അവിടെ അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരൊറ്റ കോൾ ചെയ്താൽ മതി. മുസ്ലിയാർ 13 വർഷം അകത്താ. നിങ്ങൾക്കറിയോ എത്ര മഹല്ലുകളിലാണ് പോക്സോ കേസിൽ അകത്തായ ആ പള്ളിയിലെ ഇമാമിനെ, മദ്രസാധ്യാപകനെ അതേ മഹല്ല് നിവാസികൾ പണം പിരിച്ചിട്ട് അവസാനം പച്ചക്കള്ളമായിരുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ ആ പള്ളിയിലെ ഇമാമിനെ അവിടത്തെ മഹല്ല് വാസികൾ പണം പിരിച്ചിട്ട് കേസ് നടത്തിയിട്ട് അവിടെ നിന്ന് റിലീസ് ചെയ്ത് നേരെ പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് ആദരവ് കൊടുത്തത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ കണ്ടില്ലേ? ഒരാളോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? മദ്രസയിൽ അയാൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. അതിന് പ്രധാനമായിട്ട് കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാര്, ഒരു മഹല്ലത്തിൽ നമ്മളെ താല്പര്യമില്ലാന്ന് കണ്ടാൽ അള്ളാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്, അള്ളാഹുവാണ് വായ കീറിയത്. സുബ്ഹാന സജദ വജ്ഹില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു. നമ്മുടെ കാതും കണ്ണും വായും ഒക്കെ കീറിയത് അല്ലാഹുവാ. അവനാണ് റസ്സാഖ്, അവനാണ് റാസിഖ്, അവനാണ് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഭക്ഷിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു വരുമാന മാർഗമായിട്ടല്ല ഇത് കാണുന്നത്. ദീനിന്റെ പ്രബോധനമാണ്. സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി നമുക്ക് തരുന്ന ഹദിയയാണ്. എന്റെ പള്ളിയിൽ ഞാൻ ചെന്നിട്ട് എന്റെ ശമ്പളം കൂട്ട്, ഇങ്ങോട്ട് ശമ്പളം എന്താ എന്ന് പറയില്ല. കാരണം എന്താ? ഞാൻ ചെയ്യുന്ന ജോലിയാണെങ്കിൽ എനിക്ക് ശമ്പളം വാങ്ങാം. ഞാൻ ചെയ്യുന്ന ഖിദ്മത്താണ്, അവര് തരുന്നത് ഗിഫ്റ്റാണ്. ഞാൻ ചെയ്യുന്നത് ഖിദ്മത്താണ്, എനിക്ക് തരുന്നത് സംഭാവനയാണ്, ഗിഫ്റ്റാണ്. അല്ലാതെ ഞാൻ ചെയ്യുന്ന ജോലിയാണെങ്കിൽ എനിക്ക് ശമ്പളം വാങ്ങാം. സഹോദരങ്ങളെ, ദീനി ഖിദ്മത്തിന് അവരുടെ വീട്, കുടുംബം കഴിയണം. ആ കുടുംബത്തിന് കഴിയാൻ വേണ്ടിയിട്ട് ഒരു സഹായം പള്ളിയുടെ ആളുകളൊക്കെ നൽകുമ്പോ, അല്ലെങ്കിൽ കമ്മിറ്റി നൽകുമ്പോ, അത് അള്ളാഹു വേറെ പള്ളിയിൽ നിങ്ങൾക്ക് തരും. അള്ളാന്റെ ദീനല്ലേ ഇത്? ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മൾ പിടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അധികം ആളുകളും പല കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ട് പള്ളി ഇമാമിയങ്ങൾക്കും മദ്രസാധ്യാപകർക്കുമെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തുക. എന്നാൽ മറിച്ച് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചില ഞരമ്പ് രോഗികളായി ഈ വേഷം ധരിച്ചിട്ട് കടന്നുകൂടിയിട്ട് മദ്രസയിൽ അള്ളാഹുവിനെ പറ്റിയും പ്രവാചകനെ പറ്റിയും മതം പഠിക്കാൻ വേണ്ടി വരുന്ന മക്കളെ വളരെ മോശമായ നിലയിൽ സമീപിക്കുന്ന അധ്യാപകരും ഉണ്ട് എന്ന് തെളിയപ്പെട്ടിട്ടുണ്ട്. അവർക്കൊന്നും ഇതിന് അവകാശം, അവർക്കൊന്നും ഇതിനുള്ള അനുവാദം കൊടുക്കാതെ ഈ പള്ളിയും പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന മേഖലകളും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന മദ്രസാധ്യാപനങ്ങളൊന്നും അവരെ അനുവദിക്കാതെ പണിയെടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് വേറെന്തെങ്കിലും പണിക്ക് വേണ്ടി മാറ്റി സമൂഹത്തെ രക്ഷപ്പെടുത്തലാണ് നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം. പക്ഷെ എല്ലാം അങ്ങോട്ട് നമ്മൾ വിഴുങ്ങരുത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ റൂമുകളിലും, നമ്മുടെ റൂമുകൾ എന്ന് പറഞ്ഞാൽ മദ്രസകളിലൊക്കെ ക്യാമറകൾ തന്നെ വെക്കണം.
അപ്പൊ നമുക്ക് കൂടുതൽ നമുക്കതിന് സുഗമമാക്കാൻ കഴിയും. റൂമിലല്ല, ഉസ്താദിന്റെ ബാത്റൂമിൽ വെക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. മദ്രസ ഹാളില്, നമ്മുടെ മദ്രസകളിൽ ക്ലാസ് റൂമുകളിൽ ഒരു ക്യാമറ അങ്ങോട്ട് വെച്ചു കൊടുക്കണം. എന്തിനാണ്? ആ ക്യാമറ വെച്ചു കൊടുത്താൽ ഉസ്താദ് എങ്ങനെയാ കുട്ടികളോട് സമീപിച്ചത് എന്ന് കൃത്യമായിട്ട് പിന്നീട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. പാവപ്പെട്ട ഉലമാക്കളെ സമൂഹത്തിന്റെ മുമ്പിൽ ഇവിടത്തെ കുറെ ആളുകൾ, ആ ആളുകൾ ഇങ്ങനെ ഉലമാക്കൾക്കെതിരെ, അവർക്ക് മദ്രസ അധ്യാപകർ എങ്ങനെയാണോ, പൂജാരിമാർ എങ്ങനെയാണോ, പള്ളിയിലെ പാസ്റ്റർമാർ എങ്ങനെയാണോ, നാട്ടിലെ സാധാരണക്കാർ അവര് ചെയ്യുന്ന പ്രവൃത്തി ഏതെങ്കിലും ഉലമാക്കൾ അല്ലെങ്കിൽ മദ്രസ അധ്യാപകർ ചെയ്യുമ്പോൾ ആ അധ്യാപകർ ചെയ്യുന്ന പ്രവൃത്തിയെ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് വെള്ളപൂശുകയല്ല. പൂജാരിമാര് ചെയ്യുന്നത് പോലെയും പാസ്റ്റർമാർ ചെയ്യുന്നത് പോലെയും സാധാരണക്കാര് ചെയ്യുന്നത് പോലെ അല്ല ആലിമീങ്ങൾ ചെയ്യുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ചില വിഷയങ്ങള്, ചിലരുടെ കാര്യങ്ങൾ മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും അവരുടെ തൊഴിലുകൾ കൊടുക്കുമ്പോ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇപ്പൊ നമ്മള് ഗൾഫുകാരുടെ ഏതെങ്കിലും ഭാര്യമാരുടെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ മോശമായ കമന്റുകൾ വന്നാൽ പറയുന്നത് എന്താ? ഗൾഫുകാരന്റെ ഭാര്യ. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? എവിടെ കൊടുക്കുന്നത്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഡോക്ടറുടെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. കൂലിവേലക്കാരന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാസികളൊക്കെ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനെ ഓരോ മതപ്രഭാഷകൻ അറസ്റ്റിൽ. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? അയാൾക്ക് വേറെ എന്തെല്ലാം ഡ്യൂട്ടിയുണ്ട്. അപ്പൊ ഒരു സമൂഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, വെള്ളപൂശുകയല്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോഴും പൊതുസമൂഹം ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ കൃത്യമായി മദ്രസകളിൽ നിന്ന് അകലം പാലിച്ച് ഏതെങ്കിലും തൂമ്പയും മൺവട്ടിയും മൺകോരിയും എടുത്തിട്ട് പാടത്ത് കിളയ്ക്കാൻ വിടുകയാ ചെയ്യേണ്ടത്. അവർക്ക് മദ്രസ അധ്യാപനം ചേർന്നതല്ല. അപ്പോഴും എല്ലാ പോക്സോ കേസുകളിലും അടയ്ക്കപ്പെട്ട പിടിക്കപ്പെട്ട ഉലമാക്കൾ എല്ലാവരും ആ തെറ്റിലാണ് എന്ന് കരുതി പോകരുത്. നഷ്ടപ്പെടുന്ന 2-3 വർഷം കഴിഞ്ഞ് നിരപരാധിത്വം തെളിയിക്കപ്പെടുമ്പോഴും അവർക്കും കുടുംബമുണ്ട്, അവർക്ക് മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അവരുടെ മുന്നിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, പഠിച്ച സ്ഥാപനത്തിലൊന്ന് പോകാൻ കഴിയാതെ, ആഹാരം കൊടുത്ത സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ, നിരപരാധികൾ ഇന്നും കേരളത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും, കണക്കുകൾ നിരത്തിയിട്ട്. അതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കാണേണ്ട രീതിയിൽ തന്നെ കാണുക. അല്ലാതെ എല്ലാം ഒരേ കണ്ണുകൊണ്ട് നമ്മൾ കാണരുത്, അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ, ഒരൊറ്റ നെക്ക പിടിച്ചിട്ട് 5000 പേർക്ക് എത്തി. അപ്പോഴാണ് പിറ്റേ ദിവസം അറിയുന്ന, അത് പാവം നിരപരാധിയായിരുന്നു. ഈ നെക്കിന് പിടിച്ച് തിരിച്ചു നിൽക്കാൻ പറ്റുമോ? 5000 പേരെടുത്ത് എന്നിട്ട് മാപ്പ്, ഞാൻ ചെയ്തത് ചുമ്മാണ്, വെറുതാണ്, അറിയാതെയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഓരോ വിരലുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ജാഗ്രത ചെയ്യേണ്ടത്. ആ സമയത്ത് ഇതിൽ നെക്കിക്കൊണ്ടിരിക്കാതെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, വാഖിദിനമില്ലാ നാമിലി. നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ വിരൽ സാക്ഷി നിൽക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ സമയം അവസാനിക്കുന്നു. ഞാൻ പറയുന്നു, മലായിക്കത്തുകൾ സാക്ഷിയാണ്. അതുകൊണ്ട് മലക്കുകളെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയണം. വിശിഷ്യ അസറും സുബഹിയും വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കണം. അതുപോലെ രണ്ടാമതായി അള്ളാഹുവിന്റെ ഭൂമി സാക്ഷിയാണ്. ആ ഭൂമി സാക്ഷിയാകുന്ന സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തേത്, ഓരോ സമയവുമാണ്. ആ സമയങ്ങൾ നാളെ സാക്ഷിയാണ്. അതുകൊണ്ട് സമയങ്ങളിൽ ചെയ്യേണ്ട അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നാലാമത്തേത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ആ അവയവങ്ങൾ, എന്തൊക്കെ അവയവങ്ങൾ കൊണ്ട് നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകൾ കൃത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ നമ്മുടെ ജീവിതത്തിന്റെ കർമ്മ പുസ്തകമാണ്, ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകമാണ്, കുറ്റപത്രമാണ്. അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് സാക്ഷിയാണ്. അഞ്ചാമത്തെ സാക്ഷി, ലോകത്തിന്റെ മുമ്പിൽ പരസ്യമായിട്ട് നമ്മുടെ തിന്മകളും നന്മകളും വിളിച്ചു പറയേണ്ടി വരും. ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വലത് കൈയിലും ഇടത് കൈയിലെ കിതാബ് ലഭിക്കുന്നവരുണ്ട്. എങ്ങനാണെന്നറിയോ? അള്ളാഹുവിന്റെ കോടതിയില് മലായിക്കത്തുകളുടെ സാന്നിധ്യത്തിൽ ജീവിതത്തിന്റെ കുറ്റപത്രം, എന്റെ കുറ്റപത്രം റഖീബ് അതീദ് രേഖപ്പെടുത്തിയതുമായൽ ഫിളുമിന ഖൗലിന് ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്.
അതീദ്. റഖീബ് എന്ന് പറയുന്ന മാലാഖമാര് എഴുതിയത്, ഞാൻ കണ്ടത്, ഞാൻ മിണ്ടിയത്, ഞാൻ കേട്ടത്, ഞാൻ ശ്വസിച്ചത്, ഞാൻ പിടിച്ചത്, ഞാൻ നടന്നത്, ഞാൻ കഴിച്ചത്, ഞാൻ കുടിച്ചത്, ഞാൻ ചിന്തിച്ചത്, ഇതെല്ലാം രേഖപ്പെടുത്തി അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ തരുന്ന കുറ്റപത്രമുണ്ടല്ലോ, വലത് കൈയിലേക്ക് വാങ്ങുന്നത് എങ്ങനെയെന്നറിയോ? അള്ളാന്റെ കോടതിയിൽ വിളിക്കുകയാണ്. അബ്ദുൽ അസീസിന്റെ മകൻ നവാസ് എവിടെയെന്ന് ചോദിക്കുമ്പോ കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോവുകയാ. ആ സമയത്ത് എനിക്കറിയാം ഖബർ മുതൽ എന്താ സംഭവിച്ചത്. അള്ളാഹുവിന് വേണ്ടി സുഹൃതം ചെയ്തവനാണ് ഞാൻ. അതിനകത്ത് എന്താ ഉള്ളതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ ഞാൻ ചെയ്ത അമലുകൾ എന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല, എന്റെ പൊന്നുമക്കൾ അറിഞ്ഞിട്ടില്ല. എന്റെ ആരും അറിയാത്ത നന്മകൾ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാനുള്ള ആഗ്രഹത്തോടെ, കൊതിയോടെ, ആ വല്ലാത്ത ഉത്സാഹത്തോടെ ഞാൻ ഓടി ചെല്ലുന്നു. എന്നിട്ട് എന്റെ വലത് കൈ നീട്ടിയിട്ട് ആ ഗ്രന്ഥം വാങ്ങുകയാ. അങ്ങനെയാണ് വലത് കൈയിൽ കിതാബ് കിട്ടുന്നത്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി. അവന് പറ്റുന്ന വലത് കൈയിലാണ്. അവന്റെ പേര് അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരൻ എന്നാണ്. കേരള രാഷ്ട്രീയത്തിന്റെ വലതല്ല, വലതുപക്ഷക്കാരൻ, അസ്ഹാബുൽ മൈമന. ഇനി എങ്ങനെയാണ് ഇടത് കൈയിൽ കിട്ടുക? മരണത്തോടുകൂടി അറിയാം എന്റെ അവസ്ഥ എന്താണ്, എന്റെ അവസ്ഥ എന്താണ്. എന്റെ കയ്യിൽ കിതാബ് കിട്ടിയാലല്ലേ ഞാൻ വായിക്കേണ്ടി വരിക. അതുകൊണ്ട് ഞാൻ വാങ്ങൂല. പുറകിൽ കയ്യും കെട്ടിയവന് നിൽക്കുകയാ. വിളിക്കുന്നു, വാടാ. ഇല്ല, ഞാൻ വാങ്ങൂല. വാങ്ങിയാ വായിക്കണം. വായിച്ചാൽ നമ്മൾ ബഹുമാനിക്കുന്ന പലരും പിന്നെ പോടാന്ന് പറയും. നമ്മളെ സ്നേഹിച്ചവര് പോടാ എന്ന് പറയും. അതുകൊണ്ട് വാങ്ങാതെ ഞാൻ ഇങ്ങനെ കൈ പിറകിൽ കെട്ടി മാറി നിൽക്കുകയാണ്. മലക്കുകൾക്ക് അടുത്ത ഡ്യൂട്ടി ചെയ്യണ്ടേ, അടുത്ത ആളിനെ വിളിച്ചിട്ട് കൊടുക്കണ്ടേ. അവര് വന്നിട്ട് പിറകിലൂടെ അവന്റെ ഇടത് കൈയിൽ വെച്ച് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞു, അമ്മാമനൂട്ടിയ കിതാബഹു ബിശിമാലി. ഇടത് കൈയിൽ കിതാബ് വാങ്ങുന്നവര്, അവരുടെ പേര് അസ്ഹാബു ശിമാൽ, ഇടതുപക്ഷക്കാരനാണെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെയാണ് ഇടത് കയ്യിൽ കിതാബ് കിട്ടുക. അവൻ പറയും, വായിക്ക്, ഉറക്കെ വായിക്കണം, ഉറക്കെ വായിക്കണം. ആ സമയത്ത് തിന്മകൾ എന്തുണ്ടെങ്കിലും, കോടിക്കണക്കിന് തിന്മ, കടലിന്റെ നുരയേക്കാൾ തിന്മയുണ്ടെങ്കിലും ആ തിന്മകൾ ഉറക്കെ വായിക്കാതെ അവനത് മടക്കി സ്വന്തം വായിച്ചു നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യും. ഒറ്റ കാര്യം. അതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മദ്രസാധ്യാപകരിലേക്ക് കയറിയിട്ട് തിരിച്ചു വന്നത്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇന്ന് മുതൽ ചെയ്തോ, ചെയ്യാൻ പറ്റുമെങ്കിൽ. ചില ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ സത്തറ മുസ്ലിമൻ സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഒറ്റ കാര്യം. എന്തെങ്കിലും ഒരാളിൽ നിന്ന് കണ്ടാൽ വേറെ ഒരാളോട് നമ്മൾ പറയാതിരിക്കുക. നമ്മൾ ഒരാളൊരു തെറ്റ് കണ്ടു, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരുത്തന് എന്തോ ഒരു തെറ്റ് ചെയ്തു, നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു. നമ്മൾ എന്താ ചെയ്യുന്നത്? പരമാവധി എത്ര ഫ്ലക്സ് അടിക്കാൻ പറ്റും, എത്ര പോസ്റ്റർ അടിക്കാൻ പറ്റും, എത്ര പേർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ. എന്നാലും ചിലർക്ക് ഈ JCBയുടെ പല്ല് കൊണ്ട് മാന്തി കൊടുത്താലും ഈ നാക്കിന്റെ കടി മാറൂല. ആരോട് പറഞ്ഞാലും അതിന്റെ കൊതി തീരൂല. നിങ്ങളൊരു കാര്യം ചെയ്, ബാത്റൂമിൽ കയറ്, എന്നിട്ട് അങ്ങോട്ട് സ്പീഡിന് അങ്ങോട്ട് ടാപ്പ് തുറന്നു വെക്ക്, വെള്ളം വീഴും, എന്നിട്ട് ഉറക്കെ പറ. ആരും കേൾക്കൂല, നിങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ ഖുബസ് ഖബായിസും കേൾക്കും, വേറെ ആരും കേൾക്കൂല. ഈ ബാത്റൂമിനകത്ത് ഖുബസ് ഖബായിസ് എന്ന ദമ്പതിമാരുണ്ട്, കപ്പിൾസ്, അവര് മാത്രമേ കേൾക്കുള്ളൂ. ആ ഫാമിലി മാത്രമേ കേൾക്കുള്ളൂ, വേറെ ആരും കേൾക്കൂല. സമാധാനം വരും, കൽബിനൊരു ആശ വരും. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെണ്ണും പിള്ളവരോട് പറയാൻ പാടില്ല. ഈ കിടക്കാൻ നേരത്ത് പിന്നെ അവൾ ചോദിക്കും, എന്താ? ഒന്നുമില്ല. എന്നിട്ട് ഉറക്കം വരൂല. ഈ കാര്യം അവളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരൂല. കുറെ നേരം കഴിഞ്ഞ് അവളെ കണ്ണിൽ ഉറക്കം പിടിക്കും, നമുക്കിത് ഉറക്കം വരുന്നില്ല. നമ്മൾ പറയും, പിന്നെ നീ ഉറങ്ങിയാ? ഇല്ല. എന്താ പറ? നമ്മൾ അറിയാതെ ആ സമയത്ത് അരമയക്കത്തിലെങ്ങാനും ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവൾ അന്ന് ഉറങ്ങാൻ പെടുന്ന പാടുണ്ടല്ലോ. ഉറങ്ങി എണീച്ച് രാവിലെ സ്കൂളില് മക്കളെ വിടാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുമ്പോ അവിടെ കൂടുതൽ 5-8 പെണ്ണുങ്ങളുണ്ട്, അവർക്ക് കൈമാറും. അവർക്ക് ആകെ പറ്റുന്നതാണല്ലോ. അവർ 5 പേര് 5 വീടുകളിലേക്ക് പോയി 5 ഭർത്താക്കന്മാർക്കും കൈമാറും. ഈ 5 ഭർത്താക്കന്മാരും 5 സ്ഥലത്തേക്കാ പോകുന്നത്, അവിടെയും കൈമാറി. അങ്ങനെ ഇങ്ങോട്ട് സ്പ്രെഡായി ഇങ്ങനെ ലോകം മൊത്തം പരന്നു പോകും. ഈ മനുഷ്യൻ നാറി സമൂഹത്തിന്റെ മുമ്പിൽ അവൻ ഒന്നും അല്ലാത്തൊരവസ്ഥയാകും.
അല്ല യവന് കൊടുക്കുന്ന ആദ്യം ഇത് കണ്ടവന് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? അള്ളാഹു ഞാൻ എന്റെ പെണ്ണുമ്പിള്ള അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മതിയടാ നിന്റെ പെണ്ണുമ്പിള്ള എത്രയോ പോസ്റ്റർ അടിച്ചൊട്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാളോടും, പ്രത്യേകിച്ച് ഭാര്യമാരോട് ഈ വിഷയം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല. അങ്ങനെ പറയാതിരുന്ന അല്ല നമുക്ക് തരുന്ന സമ്മാനം എന്താണെന്നറിയോ? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, ഇത് ഞാൻ തെറ്റ് ചെയ്യാൻ പ്രലോഭിക്കുന്നതല്ല, തെറ്റ് ചെയ്തു പോയാലും നാളെ ഒരാളുടെ മുമ്പിലും ഉറക്കെ വായിക്കേണ്ടി വരില്ല. മൻ സത്തറ മുസ്ലിമൻ സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഒരാളുടെ ന്യൂനത നമ്മൾ പുറത്തു കാണിക്കാതിരുന്നാൽ നമ്മുടെ ന്യൂനത അല്ലാഹു തആല പുറത്തു കാണിക്കും. ഇന്ന് അറിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ നമ്മളൊരു തെറ്ററിഞ്ഞു, ഒരാളുടെ തെറ്ററിഞ്ഞു, അയാൾ കള്ളുകുടിയനാണ്. എന്താ സംഭവിക്കുക? അയാൾക്ക് മാവേലി സ്റ്റോറിന് സാധനം കൊടുക്കൂലേ? അയാൾക്ക് റേഷൻ കടന് സാധനം കൊടുക്കൂലേ? അയാൾക്ക് ടെക്സ്റ്റൈൽസിന് തുണി കൊടുക്കൂലേ? അയാൾ മരിച്ച കബറടക്കൂലേ? അയാൾ മരിച്ച പള്ളിയിലെ ഉസ്താദ് വരൂലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താ അയാൾക്കൂടെ സംഭവിക്കാൻ പോകുന്നത്? കുറെ ആളുകൾ പറയും മറ്റവനാ പോകുന്നത്. ഈ പറയുന്ന ആരാ? തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ഈ പറയുന്നവന്മാരെല്ലാം വലിയ മഹാന്മാരാണോ? അപ്പൊ ആരാ ഈ ലോകത്ത് നല്ലതുള്ളത്? ഒരുത്തനുമില്ല, എല്ലാം ഇത് ചെയ്യുന്നവന്മാര് തന്നെ. അപ്പൊ എന്താ സംഭവിക്കുക? നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിനക്ക് ഒന്നും സംഭവിക്കാനില്ല. മറിച്ച് ഇത് പറഞ്ഞു പരത്തിയവന് കിട്ടുന്ന എന്താണെന്നറിയോ? നാളെ പരലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ നിൽക്കുമ്പോ അവൻ ജീവിതത്തിൽ ചെയ്ത A-to-Z വിളിച്ചു പറയേണ്ടി വരും. അതുകൊണ്ട് എഴുതി വെച്ച് പഠിച്ചോ. എന്തെങ്കിലും ഒരാളെന്ന് കേട്ടോ, അങ്ങ് വിഴുങ്ങിയേക്കണം. ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യരുത്. ഇത് അള്ളാന്റെ റസൂൽ സുന്നത്താക്കിയ ഹദീസ് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തതാ. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എന്താ? കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ആരും അറിയാതെ, ഭാര്യമാരറിയാതെ ചെയ്യുന്ന തെറ്റുകളില്ലേ? ഭാര്യ അറിയാതെ ചെയ്യുന്ന എത്ര തെറ്റുണ്ട് ഭർത്താക്കന്മാരെ അറിയാതെ ഭാര്യമാർ ചെയ്യുന്ന എത്ര തെറ്റുകളുണ്ട്? മക്കളറിയാതെ നമ്മൾ ചെയ്യുന്ന എത്ര തെറ്റുണ്ട്? ഇതൊന്നും നമ്മൾ ആരും, അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുത്തില്ല. അള്ളാഹു എന്താ എല്ലാം മറച്ചു വെച്ചു. അവസാന നാൾ ആഖിറത്തിൽ മക്കളെ മുമ്പിൽ, മക്കളെ കെട്ടിയവരുടെ മുമ്പിൽ, മക്കളെ കെട്ടിച്ചു വിട്ട വീട്ടുകാരുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയാണ്, ഞാൻ ഇന്ന തീയതിയിൽ ഇന്ന തെറ്റ് ചെയ്തു, ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നീ ആരെപ്പറ്റി എന്തറിഞ്ഞാലും ഒരാളോടും പറയാതിരിക്കുക. അപ്പൊ അള്ള ചെയ്യുന്ന എന്താണെന്നറിയോ? ഒരു തള്ളപ്പക്ഷി ഒരു കുഞ്ഞു പക്ഷിയെ തന്റെ ചിറകിനടിയിൽ ഒളിപ്പിക്കും പോലെ നിന്നിലേക്ക് അല്ലാഹു വന്ന്, നിന്നെ അല്ലാഹുവിലേക്ക് അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് നിന്റെ കുറ്റപത്രത്തിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു വന്നിട്ട് ചോദിക്കുകയാ, എന്താ നീ പ്രതീക്ഷിക്കുന്നത്? ആ സമയത്ത് നമ്മൾ പറയും, അല്ലാ പെട്ടു റബ്ബേ പെട്ടു, ഞാൻ എങ്ങനെ അല്ലാ ഇത് വായിക്കുന്നത്? ആ സമയത്ത് അല്ലാഹു പതുക്കെ നമ്മുടെ കാതില് കിന്നാരം പറയാ, ഞാൻ ദുനിയാവിൽ ഞാനിതിനെ മറച്ചു വെച്ചല്ലോ, ആരും അറിയാതെ. ഇന്ന് ഞാനിതാ മറച്ചു വെച്ചിരിക്കുകയാണ്, നീ വായിക്കണ്ട. ഇന്ന് നീ ആരുടെ മുമ്പിലും ഇത് തുറന്നു പറയണ്ട. ഇത് പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മനസ്സത്തറ മുസ്ലിമന സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ആരെപ്പറ്റി എന്തറിഞ്ഞാലും ഒരാളോടും പറയല്ലേ. എന്നാ നമുക്ക് നാളെ നമ്മുടെ ന്യൂനതകള് മറച്ചു വെക്കപ്പെടുമെന്ന് മഹാനായ നബിയു സഖലൈനി ഇമാമുൽ മുത്തഖി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.